കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്ന് ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരേണ്ടിയില്ല അല്ലേ. ഇന്ന് നമുക്ക് നമ്മുടെ ഈ ഒരു മിറാജ് രാവാണ്. ഈ മിറാജ് രാവിലെ നമുക്ക് കുറച്ച് മധുരം കഴിക്കണം അല്ലേ. അപ്പൊ ഞാൻ ഇന്ന് കുറച്ച് മധുര പലഹാരം ഉണ്ടാക്കട്ടെ, കുറച്ചൊരു മധുരം നിങ്ങൾക്കും പകർന്നു തരട്ടെ എന്ന് വിചാരിച്ചിട്ട് വന്നത് ആണ് കേട്ടോ. എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നത് മിറാജിനെല്ലാം ഒരു മധുരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് ഏറ്റവും പെട്ടെന്ന് പ്രിയപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഉമ്മാക്കൊരു ചക്കര ചോറ് ഉണ്ടാക്കണം. ഞാനിവിടെ മായിൽ വന്നിട്ട് അങ്ങനെ ചക്കര ചോറൊന്നും ഇവിടെ ഉള്ളവർക്കൊന്നും അധികം ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ ജനിച്ചപ്പം മുതൽ നമ്മൾ കഴിക്കുന്നതല്ലേ. അപ്പം ഇപ്പൊ ഹസ്ബൻഡും ഇല്ല, ഇപ്പൊ മൂപ്പർ ഇല്ലാത്ത സമയങ്ങളിലാണ് ഞാൻ അങ്ങുള്ള ഫുഡൊക്കെ എൻ്റെ പൂതിക്ക് ഞാൻ ഉണ്ടാക്കി കഴിക്കാറ് കേട്ടോ. അപ്പൊ ആദ്യം ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി കുറച്ച് അധികം തന്നെ നമ്മൾ അരിഞ്ഞെടുത്താലും ഏറ്റവും നല്ലതാണ് കേട്ടോ. ഈ ചൂടായി കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഇതേപോലെ പട്ട, ഏലക്കായ്, കുറച്ച് ചെറിയ ജീരകമാണ് കേട്ടത്. അത് നല്ലൊരു മണം, നല്ലൊരു കുണം എല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പൊ ജസ്റ്റ് അതൊന്ന് പൊട്ടി വന്നാല് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ഉള്ളി ഇട്ട് കൊടുക്കണ്ട, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കോട്ടെ. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. അരിഞ്ഞതും അരിയാത്തതും എല്ലാം പെട്ടിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇത് ഒന്ന് മൂക്കട്ടെ അല്ലേ. ജസ്റ്റ് ഒന്ന് മൂത്ത് വരണം, എന്നിട്ടാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തേണ്ടത്. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് സംസാരിച്ചാലോ. ഇന്ന് ഈ അനുഗ്രഹീത രാവിലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഭാര്യ ഭർത്താക്കന്മാര് പിണങ്ങി നിൽക്കുന്നവരുണ്ടാവും അല്ലേ. നമ്മളറിയാത്ത ഒരുപാട് കുടുംബങ്ങളില് നമ്മള് ചില നിമിഷങ്ങളിലൊക്കെ ഓരോ വാർത്തകളും ഒക്കെ കേൾക്കേണ്ടി വരുന്നില്ലേ. ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ അടി ആയിക്കോട്ടെ, നമ്മുടെ എന്താ പറയാ കൂടപ്പറപ്പുകൾ തമ്മിൽ മിണ്ടിയിട്ട് കാലങ്ങളായിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഏതൊരു തെറ്റിന്റെ ഒരു ഇതായിക്കോട്ടെ, എന്തായിക്കോട്ടെ, ശത്രുക്കൾ ഉണ്ടാവും നിങ്ങൾക്ക് ഒരുപാട്. നമ്മൾ ഒന്നും ചെയ്യണ്ട, ഒരു തെറ്റും നമ്മൾ ചെയ്യണ്ട. നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുന്നത് കണ്ടിട്ട് വരെ നമുക്ക് ശത്രുക്കൾ ഉണ്ടാവും, കണ്ണീറുണ്ടാവും, അങ്ങനെ വേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചാല്, നമ്മളോട് പിണങ്ങി നിൽക്കുന്നവരായാലും, നമ്മളോട് വെറുതെ ഒരു കാര്യമില്ലാണ്ട് ശത്രുത വെച്ച് പുലർത്തുന്നവരായാലും എന്ന് വേണ്ട പല കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ ഒരു സൊല്യൂഷന് നമ്മൾ എന്ത് ചെയ്താലാണ് എന്നെല്ലാം വിചാരിക്കും. ഇത് സുവർണ അവസരമാണ്, അങ്ങനെ തന്നെ ഞാൻ പറയണം. ഈ മിറാജ് രാവ് നമ്മൾക്ക് ഈ റജബ് മാസം സുവർണ അവസരമാണ് മക്കളെ. എന്ത് ചെല്ലിട്ട് എന്ന് പറഞ്ഞാല് നമ്മൾ എന്തെടുത്ത് ചെല്ലുന്നതിനെക്കാട്ടിലും ഫസ്റ്റ് ആയിട്ട് ഒരു ഇസ്മ, അതാണ് ഏറ്റവും വലുത്. കാരണം അതില്ലാണ്ട് ഈ ലോകമില്ല. അതെന്താണ് എന്നല്ലേ, അല്ലാഹു എന്നുള്ളതാണ് അല്ലേ. അത് നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞു തരണ്ട. ആ അള്ളാന്റെ തിരുനാമം തന്നെ ഉച്ചരിച്ചു കൊണ്ടിട്ട് നിങ്ങൾ തുടങ്ങിക്കോ. അത് എത്ര നിങ്ങൾക്ക് ചൊല്ലി തീർക്കാൻ പറ്റുമോ അത്രയും ചൊല്ലി തീർക്കുക. യാ അല്ലാഹ്, യാ അല്ലാഹ്, യാ അല്ലാഹു, യാ അല്ലാഹു എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കഴിയുന്നത്ര നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്തേക്ക് സലാം ചൊല്ലിയിട്ട് നമ്മള് ദുആ ചെയ്യുക. എത്ര സലാം ചെല്ലാൻ പറ്റും അത്രയും. അധികമായാലും ഒന്നും ആവൂല. അധികമായി എന്നല്ലേ ഉള്ളൂ, അല്ലാണ്ട് കുറവാക്കാണ്ട് കൂടുതൽ അധികരിപ്പിച്ചിട്ട് ഈ രാവിനെ നമ്മൾ പവിത്രമാക്കുക എന്നുള്ളതാണ്. ഈ മിറാജ് രാവിനെ ഞാൻ വീണ്ടും പറയാണ്, നമ്മളെ നിസ്കാരം നിലനിർത്തി നിർബന്ധമാക്കി നിലനിർത്തിയത് എന്ന് മാത്രമല്ല, നിസ്കാരം മുസ്ലിമിനെ നിർബന്ധമാക്കി തന്ന രാവാണ് എന്ത്, നമ്മുടെ ഈ പരിശുദ്ധമാക്കപ്പെട്ട മിറാജ് രാവ്.
അപ്പൊ ഈ രാവിലെ നമ്മൾ എന്ത് ചോദിച്ചാലും ഞാൻ പറയട്ടെ, നമ്മൾ അത്രയും വിഷമത്തിലായിരിക്കും, പല കാരണങ്ങൾ കൊണ്ടും അത്രയും വിഷമത്തിലായിരിക്കും. എല്ലാത്തിനും ഈ ഒരൊറ്റ സൊല്യൂഷൻ മതി. റബ്ബിന്റെ നല്ല വചനം നിങ്ങൾ ഉച്ചരിച്ച് തുടങ്ങും, നിങ്ങൾക്ക് ഹൈറേ വരുള്ളൂ കേട്ടോ. അത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ഞാൻ എന്താക്കണ്ടേ, അടുത്തത് വെള്ളം ഒഴിക്കലാണ് കേട്ടോ. നമ്മൾ ഇന്ന് ഒരു മധുരം കൊണ്ട് തുടങ്ങണം. നമ്മുടെ ഈ മിറാജിനെ ഒരു മധുരം കൊണ്ട് തുടങ്ങിയിട്ട് എന്താക്കണം, നാളത്തെ നോമ്പിനെ നമ്മൾ വരവേൽക്കുമാണല്ലേ. അതിൽ വെള്ളം ഒഴിക്കട്ടെ കേട്ടോ. വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിലേക്ക് ഞാൻ ഇത് നോക്കിയാ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എത്ര അച്ചാന്നുള്ളത്. 3 അച്ചും ചെറിയൊരു കഷ്ണമാണ്. വെല്ലം ഇട്ട് കൊടുത്തിട്ട് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് മതി, ഒന്ന് ബാലൻസ് ചെയ്യാൻ. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് മൂടിക്കൊടുക്കാം കേട്ടോ. ഇതിപ്പോ ഒരു 4 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. ആ വെള്ളം തിളക്കട്ടെ. വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇടുന്നത് പച്ചരിയാണ് കേട്ടോ. ഇതിപ്പോ ഒരു 1.5 നാഴി പച്ചരിയാണേ. നല്ലോണം കഴുകി വാർത്തിട്ട് വെച്ചതായിരുന്നു ഞാൻ. അപ്പൊ അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിപ്പം നേരത്തെ പറഞ്ഞ അള്ളാഹു എന്ന നാമം ഞാൻ പറഞ്ഞിട്ടില്ലേനോ, അത് ചൊല്ലിക്കഴിഞ്ഞിട്ട് റസൂലിന്റെ ചാരത്തേക്ക് സലാം പറയണം നമ്മള്. പക്ഷെ സ്വലാത്തിനെ അധികരിപ്പിക്കുക കേട്ടോ. ഞാൻ പിന്നെയാണ് സലാമാണോ സലാത്താണോ എന്ന് ഞാൻ നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സ്വലാത്ത് അധികരിപ്പിക്കുക. റസൂലിന്റെ ചാരത്തേക്ക് സ്വലാത്ത് ചെല്ലുക കേട്ടോ. സ്വലാത്ത് ചൊല്ലിയിട്ട് സലാമും പറയുക. അത് കഴിഞ്ഞിട്ട് അള്ളാഹുവിനോട് 2 കൈകൾ ഉയർത്തിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ പറയുക. എത്ര ശത്രുക്കൾ ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ആരെന്ത് എന്താ പറയാ, ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവ് ആയിക്കോട്ടെ, പിണങ്ങി നിൽക്കുന്ന കുടുംബങ്ങളായിക്കോട്ടെ, സ്വന്തം ചോരകൾ തമ്മിൽ, കൂടപ്പറപ്പുകൾ തമ്മിൽ പിണങ്ങി നിൽക്കുന്നതായിക്കോട്ടെ, എന്തായി കഴിഞ്ഞാലും, നിങ്ങളെ അലട്ടുന്ന എന്ത് പ്രശ്നമായി കഴിഞ്ഞാലും, കട ആയാലും, ഞാൻ പറയട്ടെ, അള്ളാഹു എന്ന ഇസ്മ അത് ചൊല്ലിയിട്ട് നിങ്ങൾ അള്ളാഹിനോട് ഈ ഒരു പവിത്രമായ രാവിലെ ഒന്ന് ദുആ ചെയ്തു നോക്ക്. അപ്പൊ അത് തിളച്ചിട്ട് വേവട്ടെ കേട്ടോ. നമ്മുടെ ഈ അനുഗ്രഹീതമാക്കപ്പെട്ട മിറാജ് രാവിലെ ഞാൻ പറയട്ടെ കൂട്ടരെ നിങ്ങളോട്, ഈ രാവിലെ നമുക്ക് പവിത്രതയോട് കൂടിയിട്ട് അതിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾക്ക് കിട്ടണമെങ്കിൽ നമ്മൾ രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ ഒന്നുകിൽ അത്താഴത്തിന് എണീക്കും അല്ലേ. ഇന്ന് എന്തായാലും അത്താഴത്തിന് എണീക്കും എല്ലാവരും. അപ്പൊ ആ അത്താഴത്തിന് എണീക്കുമ്പോൾ 2 റക്അത്ത് നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കാം. ആ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് നമ്മളെ അലട്ടുന്ന എന്ത് വേദനയാണോ, എന്ത് വിഷമാണോ, എന്ത് പ്രതിസന്ധി ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, എന്ത് കുടുക്കിലാണ് നമ്മൾ അകപ്പെട്ടിട്ടുള്ളത്, അതിൽ നിന്നല്ലേ രക്ഷ നേടണമെങ്കിൽ 2 ആയത്ത് നിങ്ങളൊന്ന് ചൊല്ലി നോക്ക്. എങ്ങനെ ചെല്ലണമെന്ന് അറിയോ? സുബിഹി ബാങ്ക് കൊടുക്കുന്നവരെ നിങ്ങൾക്ക് കഴിയുന്നത്ര നിങ്ങൾ ചൊല്ലിക്കോ. അത് ഏതാണ് ആ 2 ആയത്ത് എന്നല്ലേ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാ. ഞാൻ ചൊല്ലിത്തരട്ടെ. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസും അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇന്നല്ലു ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഇലൈഹി റബ്ബുൽ അർശിൽ അലീം എന്നുള്ളതാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ. എൻ്റെ ശ്രദ്ധ കുറച്ച് ആ ഒരു ഭക്ഷണത്തിന്റെ ഇതിലായി പോയിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഒന്നുകൂടി ചൊല്ലി നോക്കാം അല്ലേ. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസും അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇന്നല്ലു ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. വീണ്ടും പറയാണ്, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ ഈ 2 ആയത്തുണ്ടല്ലോ, നിങ്ങൾ എത്ര അധികരിപ്പിക്കാൻ പറ്റും. ഞാൻ ഇങ്ങനെ ദായിമായി ചെല്ലിയതുകൊണ്ടാണ് സ്പീഡിലായി വരുന്നത് കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ ചെല്ലിപ്പോന്നോണ്ടാണ് സ്പീഡിലായി വരുന്നത്. നിങ്ങൾക്ക് കഴിയുന്നത്ര ചെല്ലുക. ആ മുസല്ലി കടന്നിട്ട് നിങ്ങളെ ആവശ്യം കണ്ണീര് കൊണ്ട് കഴുകി കളഞ്ഞിട്ട് നിങ്ങൾ നമ്മുടെ റബ്ബിന്റെ മുമ്പിൽ എന്തിനാണ് നമുക്ക് മടി അല്ലേ. പ്രാർത്ഥിക്കുന്നിടത്തോളം അങ്ങേ അറ്റം നമ്മുടെ കാര്യങ്ങൾ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. ഇത് എത്ര ചൊല്ലി തീർക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾ ചൊല്ലി തീർക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്. നാളെ തന്നെ ഉത്തരം കിട്ടും എന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. നാളെ തന്നെ അല്ലെങ്കിലും കൂടിയിട്ട് വരുന്ന നിങ്ങളുടെ ഓരോ ജീവിത ഘട്ടങ്ങളിലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണും. നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചോ, എന്ത് ഹലാലായ കാര്യം നിങ്ങൾ ഉദ്ദേശിച്ചോ അത് നടക്കുക ഉറപ്പാണ്.
ഞാൻ ഇങ്ങനെ പറയണമെങ്കിൽ നമ്മൾക്ക് ഞാൻ ഒരു എന്താ മതപണ്ഡിതയൊന്നുമല്ല, നിങ്ങൾക്കറിയാം, ഒരു സാധാരണ വീട്ടമ്മയാണ്. അപ്പൊ നമ്മൾ പല ഘട്ടങ്ങളിലും എന്താ പറയണ്ടേ, അത്രയും വിഷമഘട്ടങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് അനുഭവം വന്നിട്ടുണ്ടാവും. ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ എന്താ പറയാ, എന്തുകൊണ്ടാണ് നമ്മൾക്ക് കിട്ടിയത്, എന്തുകൊണ്ടാണ് നമ്മൾ വിജയം കണ്ടത്, നമ്മൾ ആ ഒരു പ്രശ്നത്തിന് എങ്ങനെയാണ് നമ്മൾക്ക് വിജയം കണ്ടത് എന്നുണ്ടാവുമല്ലോ. അതാണ് സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. ഞാൻ എൻ്റെ ചോറൊന്ന് നോക്കട്ടെ കേട്ടോ. ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ട് സമയം പോയത് അറിഞ്ഞില്ല. ഇവിടെ വന്ന് ഇത് തുറന്നു നോക്കിയാ വെള്ളമെല്ലാം വറ്റി അങ്ങ് സെറ്റായിക്ക്. അപ്പൊ അതിലേക്ക് ഞാൻ ഉമ്മാക്കുള്ളതാണ് തേങ്ങ ചിരകിയിടുക എന്നുള്ളത്. ഇവിടെ ഉള്ളവര് ചക്കരച്ചോറ് വെക്കും, ചോറായിട്ടില്ല, പായസം പോലെയാണ് ഇവിടെ ഉള്ളവര് കുടിക്കട്ടോ. പക്ഷെ അതിൽ തേങ്ങയൊന്നും ഇടൂല. ഇതെന്റെ ഉമ്മാന്റെ ഓർമ്മക്കാണ്. ഉമ്മാക്ക് ഇത് വേണം, ഇതില്ലാണ്ട് ഉമ്മാക്ക് ചക്കരച്ചോറ് ആവൂല മക്കളെ. എൻ്റെ ഉമ്മാനെ ഓർക്കാത്തൊരു ദിവസമല്ല ഞാൻ കേട്ടോ. എൻ്റെ ഉമ്മാനെ വിചാരിച്ചിട്ട് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ ഇവിടെ പള്ളിയിൽ സലാത്ത് ആയിരുന്നു. നാരിയത്ത് സലാത്ത് ഉണ്ടാവും, നമ്മളെ പള്ളിയിൽ മാസാന്തര സലാത്ത് ഉണ്ടാവും. ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഉസ്താദ് എന്ത് പറയും, നമ്മളെ മരിച്ച് പോയ ഉമ്മമാരെ കബറിടം വിശാലമാക്കണേ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് തന്നെ കണ്ണുനീര് കൊണ്ട് കണ്ണ് കാണുന്നില്ല, ചിന്ത പോവുക. കാരണം നമ്മുടെ ഈ ലോകത്ത് നമ്മളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ നമ്മുടെ ഉമ്മാരോളം വേറെ ആരുമില്ല അല്ലേ? നമ്മളെ ഉമ്മാരോളം വേറെ ആരുമില്ല. നമുക്കെല്ലാം പോയി, ഉമ്മാര് പോയാ പോയി. ഞാന് വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ ആ ഭാഗം കടക്കാണ്ടിരിക്കുകയാണ്. അപ്പൊ എൻ്റെ ഉമ്മാന്റെ ഓർമ്മയിലെ ഓരോ കാര്യങ്ങളും ഇതിലൊക്കെ നല്ല നല്ല ദിവസങ്ങൾ വരുമ്പോ അതിങ്ങനെ ഓർമ്മ വരും കേട്ടോ, ഉമ്മ ഉണ്ടാക്കി തന്നതൊക്കെ. അപ്പൊ അതിന് എൻ്റെ ഉമ്മാന്റെ ഓർമ്മക്കാണ്. എത്ര കരയൂലെന്ന് വിചാരിച്ചാലും ഉമ്മാന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് കണ്ണുനീര് വരും. കാരണം ഓരോ ഉമ്മമാർക്കും എത്ര നമുക്ക് വയസ്സായാലും അവരുടെ മുമ്പിൽ നമ്മൾ കുട്ടികളാണ്. അവര് പോയി കഴിഞ്ഞാൽ പോയി അല്ലെ. ഇപ്പൊ ഇത് തീയെ ചെറുങ്ങനാക്കാം. പിന്നെ പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഉമ്മമാരുണ്ടാവുമ്പോ നമുക്ക് എന്തെങ്കിലും വരുമ്പോ എന്റെ കുട്ടിനെ കാക്കണേ, മോളായാലും മോനായാലും പറയൂലേ, എന്റെ കുട്ടിനെ കാത്തോളണേ റബ്ബേ എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടാവും. എപ്പോ ഉണ്ടാവും ആ പ്രാർത്ഥന. അപ്പൊ അത് ഉണ്ടാവില്ല. റബ്ബ് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് പ്രാർത്ഥിക്കേണ്ട കൈകള് ഇല്ല, അതുകൊണ്ട് നീ ശ്രദ്ധിക്കുക എന്നുള്ളത്. ആരോടാ പറഞ്ഞെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇനിയിപ്പം പ്രാർത്ഥിക്കാൻ ആരുമില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഞാൻ മാത്രമേ ഉള്ളൂ. എങ്ങനെയാ മനസ്സറിഞ്ഞിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള പല 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 കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ അതില് ഞാൻ പറയട്ടെ നിങ്ങളോട്, മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്ക് നമ്മളെ ഉള്ളൂ. നമ്മളെ ഉമ്മമാര് പോയാലും പോയി മക്കളെ, അത് വല്ലാത്തൊരു നിധികൾ തന്നെയാണ്. പോയാലേ അതിന്റെ വിഷമം അറിയുള്ളൂ. അതിന്റെ വാല്യൂ മനസ്സിലാക്കണമെങ്കിൽ ആ ഉമ്മമാര് നഷ്ടപ്പെടണം, അപ്പോഴേ നമുക്കത് അറിയുള്ളൂ. അപ്പൊ എന്തായാലും ജീവിച്ചിരിക്കുന്ന എല്ലാ ഉമ്മമാർക്കും ഈ നല്ല അനുഗ്രഹീതരാവിന്റെ ഫضല് കൊണ്ട് റബ്ബ നല്ല ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. ഞാൻ പറയുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, അവർക്ക് നല്ല ഹൈറായൊരു ജീവിതം കൊടുക്കട്ടെ എല്ലാ ഉമ്മമാർക്കും. ജീവിച്ചിരിക്കുന്ന എല്ലാ ഉമ്മമാർക്കും അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ അല്ലെ. ആഫിയത്തോട് കൂടെയുള്ള ആരോഗ്യം കൊടുക്കട്ടെ. ഉമ്മാന്റെ കാര്യം പറഞ്ഞ ഇതാ സ്ഥിതി കേട്ടോ, ഒന്നും വിചാരിക്കണ്ട. അപ്പൊ നമുക്ക് ചോറിന്റെ ഒന്ന് നോക്കാം എന്തായിന്ന്. ലെവലായി വന്നിട്ടുണ്ട് മക്കളെ, നല്ല അടിപൊളി. എൻ്റെ ഉമ്മാന്റെ ചക്കരച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ മക്കള് ദർശിപ്പോയതാണ്, ഇപ്പം വരും. അപ്പോ എൻ്റെ കുഞ്ഞുവാവുണ്ട് ഇവിടെ ചോറിനായിട്ട് കാത്തു നിൽക്കുന്നു. കുറച്ചും കൂടി ഒരു നീര് പോലെ ഉണ്ട്. അപ്പൊ അതൊന്ന് വറ്റിക്കോട്ടെ, എൻ്റെ കുഞ്ഞാവക്ക് കൊടുക്കട്ടെ. തണിയട്ടെ കുഞ്ഞാവയാ, തണിഞ്ഞിട്ട് തരേ. നല്ല രസമുണ്ട് കേട്ടോ. കുറേ ആയി മക്കളെ ഞാനിത് ഉണ്ടാക്കി കഴിച്ചിട്ട്. നല്ല മണം ഉണ്ടെന്ന്. അതിന് നെയ്യിന്റെയും പട്ടന്റെ എല്ലാം നല്ല മണം ഉണ്ടാവും. ചെറിയ ജീരകത്തിലിട്ടാ നല്ല രസം ഉണ്ടാവും. എല്ലാരും ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. ടേസ്റ്റ് നോക്കാൻ വേണം.
അപ്പൊ എല്ലാവരും ഈ ഒരു രാവിനെ അതിൻ്റെതായിട്ടുള്ള പവിത്രതയോട് കൂടിയിട്ട് ഏറ്റെടുക്കുക. നിങ്ങളെ ജീവിതം സുന്ദരമാക്കുക. എല്ലാവരും ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ, എല്ലാ സുഖത്തിലും ജീവിക്കുന്നവരല്ല. ഞാൻ നിങ്ങളോട് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉമ്മ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് എനിക്ക് അതിൻ്റെ ആ ഒരു ഗൗരവം, അതിൻ്റെ വാല്യൂ സത്യം മനസ്സിലായത്. ഉള്ളപ്പോൾ അറിയാമെങ്കിലും വാപ്പ മരിച്ചിട്ട് കുറേ ആയി. ഞാൻ ഒരു വയസ്സുള്ളപ്പോൾ മരിച്ചതാണ്. എനിക്ക് ഓർമ്മ വരല്ലോ, ഒരു വയസ്സെന്ന് പറഞ്ഞാൽ പറയേണ്ടിയില്ലല്ലോ. അപ്പം എല്ലാതും ഉമ്മയായിരുന്നു. ആ ഉമ്മാൻ്റെ ഓർമ്മക്ക് ഓരോ കാര്യങ്ങളായിക്കോട്ടെ ഇതായിരുന്നു. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാ, നമുക്ക് വേണ്ടിയിട്ട് ഉമ്മമാര് മരിച്ചവരാണെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. കാരണം നമുക്ക് ആരും ഇല്ല. പിന്നെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഞാൻ വീണ്ടും പറയാണ്, നമുക്ക് പ്രാർത്ഥിക്കാൻ ആരുമില്ല. അപ്പൊ ഇങ്ങനെ കണ്ട അനുഗ്രഹീത രാവുകളിലൊക്കെ നമ്മൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. നല്ലത് വരാനും നല്ലത് ചിന്തിക്കാനും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത അങ്ങനെയല്ലേ ഇങ്ങനെയെന്ന് പറയാനും നമുക്ക് നമ്മുടെ ഉമ്മമാരുണ്ടായിരുന്നു. ഇനിയിപ്പൊ അതില്ല. നമ്മളെ നേർവഴിക്ക് നടത്താൻ നമ്മുടെ ഉമ്മമാരിൽ എത്ര നമുക്ക് പ്രായമായി കഴിഞ്ഞാലും അങ്ങനെയല്ലേ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് നമ്മളോട് സംസാരിക്കാനുള്ള ഏക വ്യക്തി നമ്മുടെ ഉമ്മയാണ് അല്ലേ. അപ്പോ ഞാൻ പറഞ്ഞു തരാം, ഈ രാവിലെ റബ്ബിനോട് പറയാ, നല്ല ചിന്ത കൊണ്ട റബ്ബേ, നല്ല എന്താ പറയണ്ടേ, നല്ല ജീവിതം കൊണ്ട റബ്ബേ, നിന്നെ സ്തുതിച്ച് ജീവിക്കാനായിക്കോട്ടെ, നിനക്ക് ഇബാദത്ത് ചെയ്യുവാനുള്ളൊരു മനസ്സ് നീ കൊണ്ടായെന്നെല്ലാം പറയാം. നമുക്ക് നല്ല കുടുംബജീവിതം തരാന്, നല്ല ദാമ്പത്യ ജീവിതം തരാനെന്ന് വേണ്ട, നമ്മളെ ശത്രുക്കളായി കാണുന്ന ആൾക്കാരുണ്ടാവും. നമ്മളൊരു തെറ്റും ചെയ്യാണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊന്നും ചെയ്യണ്ട, നമ്മളെ മക്കളുമായിട്ട് ഒതുങ്ങി ജീവിച്ചാൽ വരെ ശത്രുക്കൾ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്നൊക്കെ മുക്തി നേടാൻ വേണ്ടിയിട്ടാണ് ഒരാളെ ഇടങ്ങേറിൽ നിന്നും, ശൈത്താന്റെ ഷർറിൽ നിന്നും എന്ന് പറയുന്നത് പോലെ മനുഷ്യന്മാരെ കണ്ണേറിൽ നിന്നായിക്കോട്ടെ, അസൂയയിൽ നിന്നായിക്കോട്ടെ, എന്തിൽ നിന്നും മുക്തി നേടാന് റബ്ബിന്റെ നാമം പതിവാക്കുക. ആ റബ്ബിന്റെ നാമം പതിവാക്കുക, സലാത്ത് ചൊല്ലുക. റസൂലിന് ഞാൻ സുബീക്ക് നമ്മൾ ചെയ്യുന്നത് പറയുന്നതല്ല, ദിവസം സുബീക്കായാലും മഗ്‌രിബിനായാലും ഓരോ യാസീന് ഓതിയിട്ട് റസൂലിന്റെ പേരിൽ ഓരോ യാസീന് ഓതിയിട്ട് സലാത്ത് ചൊല്ലിയിട്ട് സലാം പറയണം. അസ്സലാമു അലൈക്കും യാ റസൂലല്ലാ എന്നും പറയണം കേട്ടോ. അറിയാത്തവരോടാണ് കേട്ടോ, നിങ്ങൾ ചെയ്യുന്നവര് തന്നെയാണ്, അറിയാത്തവരോടും കൂടിയിട്ടാണ് കേട്ടോ പറയുന്നത്. നിങ്ങളെ വിലപ്പെട്ട ദുആയിൽ ദയവ് വിചാരിച്ച് ഈ പാപിയും കൂടി ഒന്ന് ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുകയാണ്. പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ഒരു സ്വഭാവമാണ് എൻ്റെ കേട്ടോ, ഒന്നും വിചാരിക്കണ്ട. എനിക്കും എൻ്റെ ഈ ഒരു കുഞ്ഞു കുടുംബത്തിനും വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ. ഇനിയിപ്പം ഇത് മക്കൾ വന്നാൽ അവർക്ക് വിളമ്പി കൊടുക്കും, ഒരു ഗ്ലാസ് കട്ടൻ ചായയും. അത് കഴിഞ്ഞിട്ട് ഇതാ മഗ്‌രിബ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അല്ലേ. മനസ്സറിഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്യാം. ആത്മാർത്ഥമായിട്ടുള്ള നമ്മളെ എന്തൊരു പ്രവർത്തിക്കും അതിനുള്ള ഫലം ഉറപ്പാണ് കേട്ടോ. ഞാൻ എൻ്റെ വാക്കുകളിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഞാനിപ്പം ഖുർആൻ ഓതുന്നതിലായിക്കോട്ടെ, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. നിങ്ങൾ എന്നെക്കാട്ടിലും അറിവുള്ളവരായിരിക്കും. ചില ആളുകളൊക്കെ കേൾക്കുന്നവരൊക്കെ എന്നെക്കാട്ടിലും അറിവുള്ളവരായിരിക്കും. അപ്പൊ എന്നോട് പോർക്കുക, എനിക്ക് അറിയുന്ന പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എൻ്റെ കുഞ്ഞു അറിവ് നിങ്ങൾക്കും പകർന്നു തരും, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ഇട്ട് വരാം കേട്ടോ. എല്ലാവർക്കും നോമ്പെടുക്കാനും എല്ലാത്തിനുമുള്ള ആഫിയത്തും ആരോഗ്യം അള്ളാഹു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും.